18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള കൗമാരപ്രായക്കാരായ തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏത്? 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള കൗമാരപ്രായക്കാരായ തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏത്? ഏതായിരിക്കും? ഉത്തരം ബോർസൽ സ്കൂളാണ്. ഏതാണ്? ഓപ്ഷൻ ബി ബോർസൽ സ്കൂളാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ ഏത്? കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ ഏത്? ഏതായിരിക്കും കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ? ഉത്തരം വിയ്യൂരാണ്. ഏതാണ്? വിയ്യൂരാണ് കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിലായി പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആദ്യമായി ആരംഭിച്ച ജയിൽ ഏത്? ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആദ്യമായി ആരംഭിച്ച ജയിൽ ഏത്? ഏതായിരിക്കും? ഓപ്ഷൻ നോക്കേ. ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? പൂജപ്പുരയാണ്. ഏതാണ്? പൂജപ്പുരയാണ്. ചോദ്യം ശ്രദ്ധിക്കണം. ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആദ്യമായി ആരംഭിച്ച ജയിൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? പൂജപ്പുരയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എത്ര വയസ്സായിരിക്കും? 6 വയസ്സാണ്. എത്രയാണ്? 6 വയസ്സാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കസ്റ്റഡി മരണങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യണം? കസ്റ്റഡി മരണങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യണം? എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്. എത്രയാണ്? 24 മണിക്കൂറാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള സർക്കാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ ഏത്? കേരള സർക്കാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ ഏത്? ഏതായിരിക്കും? ഓപ്ഷൻ സി. ഏതാ? തവനൂരാണ്. ചോദ്യം ശ്രദ്ധിച്ചേ. കേരള സർക്കാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? അത് തവനൂരാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും പഴക്കമുള്ള കേരളത്തിലെ ജയിൽ ഏത്? ഏറ്റവും പഴക്കമുള്ള കേരളത്തിലെ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് എന്ത്? ഏറ്റവും പഴക്കമുള്ള കേരളത്തിലെ ജയിലായി പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏത്? കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏത്? അപ്പോൾ ഈ ഓപ്ഷനകത്ത് ഏതായിരിക്കും കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്? കണ്ണൂരാണ്. ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അപ്പോൾ ചോദ്യം മറക്കല്ലും. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏത്? ഏതാണ്? അത് കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അടുത്ത ചോദ്യം. ഗർഭിണിയായ തടവുകാരിയുടെ വൈദ്യപരിശോധന എവിടെ വെച്ച് നടത്തണം? ഗർഭിണിയായ തടവുകാരിയുടെ വൈദ്യപരിശോധന എവിടെ വെച്ച് നടത്തണം? അപ്പോൾ എവിടെ വെച്ച് തന്നെ ആയിരിക്കും? ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാണ്? എവിടെയാണ്? സർക്കാർ ആശുപത്രി. ഉത്തരം ഏതാ? സർക്കാർ ആശുപത്രി അല്ലേ? അടുത്ത ചോദ്യം നോക്കേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തടവ് പുള്ളികളെ പാർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ തടവ് പുള്ളികളെ പാർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്? അത് പൂജപ്പുരയാണ്. ഏതാണ്? പൂജപ്പുര. ഓക്കെ, പൂജപ്പുര സെൻട്രൽ ജയിലാണ് ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം മറക്കല്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തടവ് പുള്ളികളെ പാർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ ചോദിച്ചാൽ ഏതാണ്? അത് പൂജപ്പുരയാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത്? അപ്പോൾ ഏതാണ്? നെട്ടുകാൽ തേരിയാണ് ഉത്തരം. ഏതാണ്? നെട്ടുകാൽ തേരി. ചോദ്യം ശ്രദ്ധിക്കണം. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത്? ഉത്തരം ഏതാണ്? നെട്ടുകാൽ തേരി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കേരളത്തിലെ തുറന്ന ജയിലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? ഓപ്ഷൻ ബി 3 എണ്ണമാണ്. എത്രയാണ്? ഓപ്ഷൻ ബി 3. ചോദ്യം എന്തുവാ? കേരളത്തിലെ തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണ്? 3. അടുത്ത ചോദ്യം. എത്ര മാസത്തിന് മുകളിൽ ശിക്ഷ ലഭിച്ചവരെയാണ് പ്രിസണിൽ പാർപ്പിക്കുന്നത്? എത്ര മാസത്തിന് മുകളിൽ ശിക്ഷ ലഭിച്ചവരെയാണ് പ്രിസണിൽ പാർപ്പിക്കുന്നത്? അപ്പോൾ എത്രയായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? 6 മാസം. എത്രയാണ്? 6 മാസമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. എത്ര മാസത്തിൽ കൂടുതൽ ശിക്ഷയുള്ള യുവ തടവുകാർക്കാണ് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നത്?
എത്ര മാസത്തിൽ കൂടുതൽ ശിക്ഷയുള്ള തടവുകാർക്കാണ് ശിക്ഷയുള്ള യുവ തടവുകാർക്കാണ് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നത്? എത്രയാണ്? ഓപ്ഷൻ സി 3 മാസമാണ്. എത്രയാണ്? ഓപ്ഷൻ സി 3 മാസം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏത്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏത്? അപ്പോൾ ഏതായിരിക്കും കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ? ഓപ്ഷൻ നോക്കിയാൽ നെയ്യാറ്റിൻകരയുണ്ട്, കണ്ണൂർ, വിയ്യൂര്, പൂജപ്പുര ഇല്ലേ? അപ്പോൾ അറിയാലോ ഏതാണ് ഉത്തരം? അത് നെയ്യാറ്റിൻകരയാണ്. ചോദ്യം എന്തുവാ? കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏതാണ്? നെയ്യാറ്റിൻകര. അടുത്ത ചോദ്യം, കേരളത്തിലെ വനിതാ ജയിലുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ വനിതാ ജയിലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? അത് 3 ആണ്. എത്രയാണ്? 3 ആണ്. നമ്മൾ നേരത്തെ ഒരു 3 പറഞ്ഞു. ഏതാണത്? തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണ്? 3. അതുപോലെ കേരളത്തിലെ വനിതാ ജയിലുകളുടെ എണ്ണം എത്രയാണ്? അതും 3. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട് അല്ലേ? അപ്പോൾ എത്രയായിരിക്കും സെൻട്രൽ ജയിലുകൾ? 4. എത്രയാണ്? 4. ചോദ്യം മറക്കലും. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? എത്രയാണ്? 4. അടുത്ത ചോദ്യം, ജയിലിൽ ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ട തടവുകാരെ ഏതു നിയമപ്രകാരമാണ് പബ്ലിക് സർവൻ്റായി കണക്കാക്കുന്നത്? ജയിലിൽ ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ട തടവുകാരെ ഏത് നിയമപ്രകാരമാണ് പബ്ലിക് സർവൻ്റായി കണക്കാക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കേ, ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഇന്ത്യൻ ശിക്ഷാ നിയമസംഹിത 1860. ഇന്ത്യൻ ശിക്ഷാ നിയമസംഹിത 1860. ചോദ്യം ശ്രദ്ധിച്ചേ, ജയിലിൽ ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ട തടവുകാരെ ഏത് നിയമപ്രകാരമാണ് പബ്ലിക് സർവൻ്റായി കണക്കാക്കുന്നത്? ഉത്തരം ഇന്ത്യൻ ശിക്ഷാ നിയമസംഹിത 1860. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ യു ആകൃതിയിലുള്ള സെൻട്രൽ ജയിൽ ഏത്? കേരളത്തിൽ യു ആകൃതിയിലുള്ള സെൻട്രൽ ജയിൽ ഏത്? അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അത് തവനൂർ സെൻട്രൽ ജയിൽ. ഉത്തരം ഏതാണ്? തവനൂർ സെൻട്രൽ ജയിൽ. ചോദ്യം ശ്രദ്ധിച്ചേ, കേരളത്തിൽ എങ്ങനെ യു ആകൃതിയിലുള്ള സെൻട്രൽ ജയിൽ ചോദിച്ചാൽ ഉത്തരം തവനൂർ സെൻട്രൽ ജയിൽ. ഓക്കെ, അടുത്ത ചോദ്യം, ജയിൽ സൂപ്രണ്ടിന് എത്ര ദിവസം വരെ അടിയന്തര അവധി അനുവദിക്കാൻ അധികാരമുണ്ട്? ജയിൽ സൂപ്രണ്ടിന് എത്ര ദിവസം വരെ അടിയന്തര അവധി അനുവദിക്കുവാൻ അധികാരമുണ്ട്? എത്രയാണ്? എത്ര ദിവസം വരെ ആയിരിക്കും? അത് 10 ദിവസം വരെയാണ്. എത്രയാണ്? 10 ദിവസം വരെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. തടവുകാരുമായി സാമ്പത്തിക ഇടപാടോ ബന്ധമോ ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആരെ അറിയിക്കണം? തടവുകാരുമായി സാമ്പത്തിക ഇടപാടോ ബന്ധമോ ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആരെ അറിയിക്കണമെന്ന് ചോദിച്ചാൽ ആരെ ആയിരിക്കാം? സൂപ്രണ്ട് അല്ലേ? അപ്പോൾ ജയിൽ സൂപ്രണ്ടാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ജയിൽ ഏത്? കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ജയിൽ ഏത്? അപ്പോൾ ഓപ്ഷനകത്ത് പൂജപ്പുരയുണ്ട്, കോഴിക്കോട്, വിയ്യൂര്, കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്? ചോദ്യം എന്തുവാ? കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ജയിലാണ് അല്ലേ? അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അത് കണ്ണൂർ സെൻട്രൽ ജയിലാണ്. ഉത്തരം ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിൽ. ഓക്കെ,